അപ്പോൾ ഇന്ന് ലിറ്റററി ലെൻസിൻ്റെ 33ാമത്തെ എപ്പിസോഡാണ്. അപ്പോൾ നമുക്ക് ഇന്ന് ഗസ്റ്റ് ആയിട്ടുള്ളത് MI ഗേൾസിലെ അധ്യാപകനായ ഷിഹാബ് സാറാണ്. വിങ്സ് ഓഫ് ഫയർ എന്ന APJ അബ്ദുൽ കലാമിൻ്റെ പുസ്തകമാണ് ഷിഹാബ് സാർ നമുക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. അപ്പോൾ ബുക്ക് റിവ്യൂവിനായിട്ട് ഞാൻ ഷിഹാബ് സാറിനെ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം നീറ്റിൽ ജോയിൻ ചെയ്ത മറ്റെല്ലാ വിദ്യാർത്ഥി, അധ്യാപക സ്റ്റാഫുകളെയും ഞാൻ ലിറ്റററി ലെൻസിൻ്റെ ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഹലോ, ജോയിൻ ചെയ്തു. ഹലോ, വീഡിയോ ഓൺ ചെയ്യൂ. ഹലോ, ഗുഡ് ഈവനിങ്. കേൾക്കണ്ടോ? കേൾക്കാനുണ്ട് സാർ. ഗുഡ് ഈവനിങ്. അപ്പൊ ഞാന് ഒരു യാത്രയിലാണ്. അപ്പോ ഞാൻ ഗുഡ് ഈവനിങ് ടു ഓൾ. ആദ്യമായിട്ട് എന്നെ ഇങ്ങനൊരു പ്രോഗ്രാമിലേക്ക് ക്ഷണിച്ച MI ടീമിനെ ഉള്ള സന്തോഷം പ്രകടിപ്പിക്കുകയാണ്. അപ്പൊ പിന്നെ എന്നെ കുറിച്ച് കൂടുതൽ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ അറിയുന്ന ആളാണ്. അപ്പോൾ ഇന്നത്തെ ഈ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ ചർച്ച ചെയ്യുന്നത്, തമിഴ്നാട് തെരുവോരത്ത് ഒരു പത്രം വിറ്റ് നടന്നിരുന്ന ഒരു ബാലൻ പിൽക്കാലത്ത് ഇന്ത്യയുടെ ഒരു പ്രഥമ പൗരനായി വളർന്ന, അല്ലെങ്കിൽ മിസൈലുകളുടെ രാജകുമാരൻ എന്ന് അറിയപ്പെടുന്ന ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ ആത്മകഥയായ വിങ്സ് ഓഫ് ഫയറിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോ പലതരം ബുക്കുകൾ വായിച്ചിട്ടുണ്ടെങ്കിലും അതിൽ നിന്നൊക്കെ നമ്മൾ പെട്ടെന്ന് മനസ്സിലേക്ക് ഓടി വരുന്നത് APJ അബ്ദുൽ കലാമിന്റെ വിങ്സ് ഓഫ് ഫയർ എന്ന് പറഞ്ഞ പുസ്തകമാണ്. APJ അബ്ദുൽ കലാമിന്റെ പേര് തന്നെ നമുക്ക് എല്ലാവർക്കും ഒരു ഇൻസ്പിറേഷൻ കിട്ടുന്ന ഒന്നാണ്. അദ്ദേഹത്തിന്റെ പേര്, അദ്ദേഹത്തിന്റെ ഫോട്ടോ കാണുമ്പോൾ തന്നെ നമുക്കൊരു വല്ലാത്തൊരു എനർജി കിട്ടുന്ന ഒരു സംഭവമാണ്. അപ്പോൾ വളരെ ദാരിദ്ര്യ കുടുംബത്തിൽ നിന്ന്, അല്ലെങ്കിൽ ബാക്ക്വേർഡായി നിൽക്കുന്ന ഒരു ഏരിയയിൽ നിന്ന് ലോകത്തോളം വളർന്ന ഒരു പൗരന് ആയിരുന്നു APJ അബ്ദുൽ കലാം. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോ അദ്ദേഹത്തിന്റെ പുസ്തകം വായിക്കുമ്പോൾ, പല പുസ്തകങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്കത് കുറെ സമയത്തേക്കായിരിക്കും ചിലപ്പോൾ വായിക്കാം. കുറച്ച് വായിച്ചു കഴിഞ്ഞാൽ പിന്നെ അതവിടെ നിർത്തി, പിന്നെ വേറെ എന്തെങ്കിലും പണിക്കൊക്കെ പോയി, പിന്നെ എപ്പോഴൊക്കെയാണ് സമയം കിട്ടുമെങ്കിൽ അപ്പോൾ ഇരുന്ന് വായിക്കാതിരിക്കുക. പക്ഷെ ഇരിപ്പിലിരുന്ന് വായിച്ച് തീർത്ത ഒരു പുസ്തകമാണ് APJ അബ്ദുൽ കലാമിന്റെ ഈ വിങ്സ് ഓഫ് ഫയർ. അപ്പോൾ അദ്ദേഹത്തിന്റെ ചരിത്രങ്ങളും കാര്യങ്ങളൊക്കെ അതിനകത്ത് പറയുന്നുണ്ട്. അബ്ദുൽ കലാമായ ചരിത്രങ്ങള്, പിന്നെ ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് പഠിക്കാനുണ്ടായ താല്പര്യം, അദ്ദേഹത്തിന്റെ ഫാദർ അദ്ദേഹത്തോട് ചോദിച്ചത് എന്താണ് ഏറ്റവും വലിയ ആഗ്രഹം എന്ന് വെച്ചാൽ പഠിക്കുക എന്നുള്ള ആഗ്രഹമായിരുന്നു. അങ്ങനെ സ്കൂളിൽ എത്തിക്കഴിഞ്ഞ് സ്കൂളിന്റെ വരാന്തയിൽ നിൽക്കുകയാണ്. എവിടെ കയറണം, എന്ത് കയറണം എന്നറിയാതെ എന്ന് നിൽക്കുമ്പോൾ അതുവഴി വന്ന അധ്യാപകൻ, ഏത് ക്ലാസ്സിലാണ് പഠിക്കണത്, ഏത് ക്ലാസ്സിലാണ് ചേർന്ന് പോലും അറിയാത്ത നീയാണോ പഠിക്കാൻ വേണ്ടി വന്നതെന്ന് പറഞ്ഞിട്ടുള്ള പരിഹാസങ്ങള്, അടികളും കിട്ടിയതാണ് ആ ബുക്കിനകത്ത്, ചരിത്രത്തിലൂടെ ആ ബുക്കിനകത്ത് പറയുന്നുണ്ട്. അതിന് അധ്യാപകനിക്ക് കൊടുത്ത പണി എന്ന് പറഞ്ഞാല്, പ്രതികാരം എന്ന് പറഞ്ഞാല്, കണക്കിൽ 100ൽ 100 മാർക്കും വാങ്ങി ആയിട്ടാണ് അതിന് പ്രതികാരം തീർത്തത്. അപ്പോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ആ ബുക്കിനകത്ത് പറയുന്നത്. അത് ഇന്ത്യയിൽ ഒരു സ്വന്തമായിട്ടൊരു വിമാനം നിർമ്മിക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ നിർമ്മിക്കാത്ത സാഹചര്യത്തിലാണ് ഒരു SLV സാറ്റലൈറ്റ് വെഹിക്കിള് അദ്ദേഹം രൂപകൽപ്പന ചെയ്തതും, അദ്ദേഹത്തിന്റെ ഡിഫൻസ്, ഇന്ത്യയുടെ ഒരു പൈലറ്റായി ആവണമെന്നായിരുന്നു ആഗ്രഹം.
ആ ആഗ്രഹത്തിന് വേണ്ടിയിട്ട് ആയിരുന്നു അതിന്റെ ശ്രമങ്ങളും അതിന്റെ പഠനങ്ങളും കാര്യങ്ങളൊക്കെ നടന്നെങ്കിലും ഇന്ത്യൻ എയർഫോഴ്സിനകത്ത് റാങ്കിങ്ങിൽ 9 ആയിരുന്നു കിട്ടിയത്. പക്ഷെ 8 പേരെയാണ് എടുത്തത്, 9ാമത്തെ ആൾ എടുത്തില്ല. അവിടെയും പരാജയപ്പെട്ടപ്പോഴും തോറ്റു കൊടുക്കാതെ പുള്ളി പിന്നെ അതുപോലെ ഈ ഡിഫൻസ് ഫോഴ്സിൽ വന്നതൊക്കെ നമ്മളെ ബുക്കിനകത്ത് പറയുന്നുണ്ട്. പുള്ളിയുടെ ബാല്യകാലത്തിൽ സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങൾ, സ്കൂളിൽ ഫീസ് കൊടുക്കാൻ പറ്റാത്തത്, അന്ന് പുള്ളി ഫിസിക്സിൽ ഡിഗ്രി എടുത്ത സമയത്തും മദ്രാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ അഡ്മിഷൻ എടുക്കുന്ന സമയത്തൊക്കെ ഉണ്ടായ കാര്യങ്ങളൊക്കെ ബുക്കിന് അകത്ത് വിശദമായിട്ട് പറയുന്നുണ്ട്. പിന്നെ അതിലേറെ പിന്നെ പുള്ളിയുടെ അർപ്പണ മനോഭാവം, ഇപ്പൊ നമ്മൾ ഭാവി ടീച്ചേഴ്സാകാൻ പോകുന്ന ആളുകൾ, അല്ലെങ്കിൽ നമ്മളൊക്കെ ടീച്ചേഴ്സാണ്. ഒരു അധ്യാപകൻ, ഒരു മാതൃക അധ്യാപകൻ എങ്ങനെ ആയിരിക്കണം, ഒരു വ്യക്തി എങ്ങനെ ആയിരിക്കണം, അദ്ദേഹത്തിന്റെ എളിമ, അദ്ദേഹത്തിന്റെ അർപ്പണ മനോഭാവം, അങ്ങനെ എല്ലാ കാര്യങ്ങളും ലോകത്തിന് തന്നെ ഒരു റോൾ മോഡലാണ് APJ അബ്ദുൽ കലാം. അതൊക്കെ അതിനകത്ത് പറയുന്നുണ്ട്. അതേപോലെ പൊക്രാനിലെ ആണവമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും ഈ ബുക്കിനകത്ത് വിശദമായിട്ട് പറയുന്നുണ്ട്. ഇത് ഒരു നമുക്കെല്ലാവർക്കും ഒരു ഇൻസ്പിറേഷൻ കിട്ടുന്ന ഒന്നാണ് APJ അബ്ദുൽ കലാമിന്റെ ബുക്ക്. നിങ്ങളെല്ലാവരും പലരും വായിച്ചിട്ടുണ്ടാവാം. ഇനി വായിക്കാത്ത ആളുകൾ എത്രയും പെട്ടെന്ന് വായിക്കേണ്ട ബുക്കാണ് APJ അബ്ദുൽ കലാമിന്റെ ഇത്. പിന്നെ നമ്മളിപ്പോ വ്യക്തി ജീവിതത്തിൽ നമുക്ക് ഏത് മേഖലയുമായി ബന്ധപ്പെട്ടും അദ്ദേഹത്തിന്റെ കോഴ്സുകളൊക്കെ നമുക്ക് സോഷ്യൽ മീഡിയ വഴിയും അതുപോലെ മറ്റുള്ള മീഡിയാസ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. ജീവിതത്തിൽ എല്ലാം തകർന്ന് തരിപ്പണമായി നിൽക്കുന്ന, മാനസികമായി തളർന്നു നിൽക്കുന്ന ഒരാൾക്ക് ഒരു എനർജി കിട്ടുന്ന പിന്നെ ഒരു കോട്ടിങ്സ് ആണ് അദ്ദേഹത്തിന്റെ ഒക്കെ. അതായത് പുള്ളിയുടെ ഒരു കോട്ടിങ്സ് പറയുന്നുണ്ട്, ഡിഫിക്കൽട്ടീസ് ആർ നോട്ട് ഡിസ്ട്രോയ് യു, ബട്ട് യു വിൽ റിയലൈസ് യുവർ ഇഡൻ പൊട്ടൻഷ്യാലിറ്റീസ്. അതായത് ജീവിതത്തിലെ ബുദ്ധിമുട്ടും അതേപോലെ പ്രതിസന്ധികളും ഒരിക്കലും നിങ്ങളെ തളർത്തൂല എന്നാണ്. ആ സമയത്ത് നമ്മൾ ഉറങ്ങിക്കിടക്കുന്ന കഴിവുകൾ പുറത്തേക്ക് വരും എന്നാണ് പുള്ളി പറഞ്ഞിട്ടുള്ളത്. അത് യഥാർത്ഥത്തിൽ ഇപ്പൊ നമ്മളൊക്കെ പലരുടെയും ജീവിതത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും. നമുക്ക് ഒരു വഴിമുട്ടിയ സാഹചര്യം ഉണ്ടാവുന്ന സമയത്ത് അതിനെങ്ങനെ തരണം ചെയ്യാന്നുള്ളത് നമുക്ക് ഓട്ടോമാറ്റിക് വരും. അപ്പൊ നമ്മളൊക്കെ പറയാറുണ്ട്, നമ്മള് താങ്ങാൻ ആളുള്ളപ്പോഴേ തളർച്ചയുള്ളൂ, താങ്ങാൻ ആളില്ലാത്തവർക്ക് തളർച്ചയില്ല. അപ്പൊ അതൊക്കെ വളരെ സത്യമാണത്. ജീവിതത്തിൽ നമുക്ക് എന്തൊക്കെ പ്രയാസങ്ങളും പ്രതിസന്ധികളും വരുമ്പോഴും അതിനെങ്ങനെ തരണം ചെയ്യാന്നുള്ളത്. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അങ്ങനെയാണ്. ഒരു മൂഡ് ഓഫ് ആയി നിൽക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് നമുക്കൊരു സൊല്യൂഷൻ കിട്ടാത്ത സമയത്ത്, ഞാൻ ആദ്യം ഇപ്പോഴും എൻ്റെ മൊബൈലിനകത്ത് ഗാലറിയിൽ പുള്ളിയുടെ മുഴുവൻ കോട്ടിങ്സും ഉണ്ട്. അപ്പോൾ അതെടുത്ത് വായിക്കലാണ്. അതെടുത്ത് വായിക്കുമ്പോൾ തന്നെ ആ മൂഡ് മാറും, നമുക്കൊരു ഇൻസ്പിറേഷൻ കിട്ടുന്ന ഒന്നാണ് പുള്ളിയുടെ അത്. പിന്നെ അതേപോലെ ഇപ്പോ വരുന്നപ്പോ നമ്മളെ വിദ്യാർത്ഥി സമൂഹത്തിനൊക്കെ എളിമ എന്താണ്, അല്ലെങ്കിൽ ഒരു റെസ്പെക്ട് എന്താന്നുള്ള കാര്യം ഒന്നും അറിയില്ല. അപ്പൊ നമ്മൾ പഠിക്കേണ്ട ഏറ്റവും വലിയ പാഠം ജീവിക്കാനുള്ള പഠനം, അല്ലെങ്കിൽ എങ്ങനെ പെരുമാറുക എന്നുള്ളതാണ്. നമ്മള് ബിഹേവിയർ പഠിക്കണ്ടല്ലോ, നമ്മള് സൈക്കോളജി അല്ലെങ്കിലും ഫിലോസഫിയിലൊക്കെ പഠിക്കണ്ട് എങ്ങനെ പെരുമാറാന്നുള്ളത്. ഇപ്പൊ ക്ലാസ്സിനകത്ത് കുട്ടികൾ വന്ന് എണീറ്റ് നിൽക്കാൻ പോലും മടിയുള്ള, അല്ലെങ്കിൽ എണീറ്റ് നിൽക്കാൻ പറയേണ്ട ഒരു അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ ക്ലാസ് റൂമുകളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അദ്ദേഹം പറഞ്ഞത് എന്താ വെച്ചാല്, നിങ്ങൾ എത്രത്തോളം വലുതാവണമെങ്കിൽ അത്രത്തോളം നിങ്ങൾ എളിമയുള്ള ആളാവണമെന്നാണ്. ഒരു മരം എത്രത്തോളം ഉയർന്നു നിൽക്കുന്നുണ്ടെങ്കിൽ അത്രത്തോളം അതിന്റെ അടിക്ക് വേരും താഴ്ന്നു പോകുന്നുണ്ടെന്നാണ്. അല്ലാതെ ഉയർന്നു നിൽക്കുന്ന ഒരു മരത്തിന്റെ വേരുകൾ ചെറുതല്ല, അത്രത്തോളം അത് അടിക്ക്. അപ്പൊ നമ്മൾ എത്ര വലിയവനായാലും എത്ര ഉയർച്ചയിലേക്ക് എത്തിയാലും നമ്മൾ അത്രത്തോളം നമ്മൾ എളിമ ഉള്ളായിരിക്കണം. അപ്പൊ അദ്ദേഹത്തിന്റെ എളിമ ആ ബുക്കിനകത്ത് അദ്ദേഹം പറയുന്നുണ്ട്. അത് നമുക്കൊക്കെ അനുഭവങ്ങളുള്ളതാണ്. ഒരുപാട് രാഷ്ട്രപതിമാര് ഇന്ത്യയിൽ വന്നിട്ടുണ്ടെങ്കിലും അവർക്കൊക്കെ എല്ലാ രാഷ്ട്രപതിമാരും നമ്മളുടെ എല്ലാവരുടെയും മനസ്സിൽ എപ്പോഴും ഒരു മായാതെ അല്ലെങ്കിൽ മറയാതെ, ഇപ്പൊ മരിച്ചിട്ട് അദ്ദേഹം ഈ ലോകത്തിന് വിട പറഞ്ഞിട്ട് 6 2 8 കൊല്ലായി. എപ്പോഴും നമുക്കൊക്കെ വഴികാട്ടിയായിരുന്ന അദ്ദേഹത്തിന്റെ വാക്കുകളാണ്. അപ്പോ അത് തീർച്ചയായും നമുക്കൊരു മുതൽക്കൂട്ടാണ്. ഇപ്പോ നമ്മൾ പഠിച്ചെവിടെ എത്തണം, അല്ലെങ്കിൽ നമ്മൾ എങ്ങോട്ട് എത്തണം എന്നുള്ളൊരു ഇൻസ്പിറേഷൻ കിട്ടുന്ന വേർഡ്സുകളാണ് നമുക്ക്. അതായത് ഒരു പ്രതീക്ഷ നഷ്ടപ്പെട്ടവനക്ക് ഒരു അഗ്നിച്ചിറകായി, അല്ലെങ്കിൽ ഒരു പ്രതീക്ഷയുടെ ഒരു ചിറകായിട്ട് പറന്നുയരാൻ ഈ വിങ്സ് ഓഫ് ഫയർ എന്നുള്ള പുസ്തകം
വായിക്കുന്നതോടുകൂടി നമുക്കൊരു ഇത് ഒരു ഊർജം പകരുന്ന ഒന്നാണ് അബ്ദുൽ കലാമിന്റെ വിങ്സ് ഓഫ് ഫയർ. പിന്നെ ഈ അബ്ദുൽ കലാമിനുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഇപ്പൊ നേരം ഉൾക്കോളം നമുക്ക് പറയേണ്ടി വരും. പക്ഷെ അത്രത്തോളം പുള്ളിയുടെ കാര്യങ്ങളുണ്ട്. ഇപ്പൊ നമ്മളൊക്കെ ക്ലാസ്സിനകത്ത് പറയാറുണ്ട്, ആ ഫ്രണ്ടിലിരിക്കുന്ന കുട്ടികളൊക്കെയാണ് ഇപ്പോൾ ഒരു ടീച്ചേഴ്സ് നോക്കി പഠിപ്പിക്കാറും, അവരാണ് ഇഷ്ടം കൂടുതൽ, അല്ലെങ്കിൽ ഇതൊക്കെയാണ്. അപ്പോഴും അബ്ദുൽ കലാം പറഞ്ഞത് ആരെയും മുഷിപ്പിക്കാത്ത രീതിയിലുള്ള സംസാരമാണ്. അത് നിങ്ങൾ അദ്ദേഹത്തിന്റെ കോഴ്സിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഒരു ഇന്ത്യയുടെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറഞ്ഞ യുവത്വമാണ് അല്ലെ. ക്ലാസ് റൂമിനകത്തെ ഏറ്റവും നല്ല ബ്രെയിൻ വർക്ക് ചെയ്യുന്നത് ബാക്ക് ബെഞ്ചിലാന്നാ പറഞ്ഞത്. ബാക്ക് ബെഞ്ചിന് നമ്മൾ പൊതുവെ നമ്മളെപ്പോഴും താത്തി കെട്ടാറുള്ളത്. അവിടെയും പറഞ്ഞത് ബാക്ക് ബെഞ്ചിലെ കുട്ടികളാണ് ഈ ഒരു ക്ലാസ്സിലെ ഏറ്റവും ബെസ്റ്റ് ബ്രെയിൻ എന്നാണ്. അങ്ങനെ ഏത് മേഖല എടുത്തു നോക്കിയാലും ഏത് രീതിയിൽ എടുത്തു നോക്കിയാലും പുള്ളിയുടെ വാക്കുകൾ നമുക്ക് എല്ലാവർക്കും ഒരു പ്രചോദനമാണ്. ഏത് നെഗറ്റീവ് ചിന്തിക്കുന്ന ഒരാൾക്കും ഒരു പോസിറ്റീവാണ്. ബ്ലാക്ക് കളർ ഈ സെന്റിമെന്റലി അല്ലെ, എന്താണ്, ഒരു സെന്റിമെന്റിന്റെ കളറാണ്. പക്ഷെ ഏത് ഒരു വിജയിച്ചവനും ബ്ലാക്ക് ബോർഡിൽ എഴുതിയിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, അദ്ദേഹം ഉയർന്നിട്ടുള്ളത് എന്നുള്ള. എവിടെ നോക്കിയാലും ഒരു പോസിറ്റീവാണ്. നമ്മളൊക്കെ എപ്പോഴും നമ്മളെ ലൈഫിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോഗ്രാം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ നമ്മളതിന്റെ നെഗറ്റീവ് സൈഡാണ് എല്ലാവർക്കും കാണാനും അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനോ ആഗ്രഹം. പക്ഷെ പുള്ളിയുടെ ലൈഫിലൊക്കെ എന്താണ് പോസിറ്റീവിൽ അപ്പുറത്ത് ഒന്നുമില്ല. ഒരു കുട്ടി ഒരിക്കൽ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ മലയാളത്തിൽ ഞാൻ അത്ര ഫ്ലുവൻ്റ് അല്ല എന്ന് പറഞ്ഞു. നീ മലയാളത്തിലല്ല, നീ അല്ല ഇംഗ്ലീഷിൽ നല്ല ഫ്ലുവൻ്റ് അല്ല എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു മലയാളത്തിൽ പറയും. അദ്ദേഹത്തിന്റെ ഒരു വീഡിയോയിൽ കണ്ടാണ്. അപ്പോ ഏറ്റവും നല്ല മനുഷ്യനാവണം, എങ്ങനെ ഒരു നല്ല മനുഷ്യനാവാന്നുള്ളതും എങ്ങനെ ഒരു അർപ്പണബോധത്തോടുകൂടി അധ്യാപകർക്ക് ഒരു വഴികാട്ടിയാണ്, ഒരു എഞ്ചിനീയർക്ക്, ഡോക്ടറെ, ഒരു മനുഷ്യന് ഒരു ഏത് രീതിയിൽ വർക്ക് ചെയ്യുന്ന ഒരാൾക്കും ഒരു വഴികാട്ടി ആയിട്ടുള്ളതാണ് അദ്ദേഹത്തിന്റെ ഓരോ കോഴ്സുകളും. അപ്പോ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വിങ്സ് ഓഫ് ഫയർ എന്നുള്ള ബുക്കുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അപ്പൊ എല്ലാവർക്കും ഈ വായിക്കാത്ത ആളുകൾ ഈ ബുക്ക് നന്നായിട്ട് വായിക്കുക. അപ്പൊ അതിലെ ഓരോ കോഡ്സും ഒരു പ്രചോദനം ഉൾക്കൊള്ളുന്ന ഒന്നാണ്. അപ്പോ എനിക്ക് പറയാനുള്ളത്, അദ്ദേഹത്തിന്റെ കോഡ്സുകളൊക്കെ നിങ്ങൾ എപ്പോഴും അത് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കണം. ഏതൊരു ഏരിയയുമായി ബന്ധപ്പെട്ട് എന്ത് വന്നാലും പ്രതിസന്ധി വരുമ്പോഴും അതിനെ തരണം ചെയ്ത് മുന്നോട്ട് പോകാനുള്ള വാക്കുകൾ അതിനകത്ത് ഉണ്ട്. അപ്പൊ അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു മുതൽക്കൂട്ടാവട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് ഈ ബുക്ക് റിവ്യൂ ഇന്ന് ഇവിടെ തൽക്കാലം വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ എന്നെ ഇതിലേക്ക് ക്ഷണിച്ച MI ടീമിന് ഒരിക്കൽ കൂടി നന്ദിയും അതേപോലെ എൻ്റെ സന്തോഷവും പ്രകടിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിക്കുകയാണ്. നന്ദി, നമസ്കാരം. താങ്ക് യു ഷിഹാബ് സർ. സത്യം പറഞ്ഞാൽ നമ്മളെല്ലാവരും ഒരുപാട് കേട്ടിട്ടും ഇപ്പൊ ആർക്ക് വേണമെങ്കിലും APJ അബ്ദുൽ കലാമിന്റെ ആത്മകഥ ഏത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് വിങ്സ് ഓഫ് ഫയർ ആണെന്ന് അറിയുന്നുണ്ടാവും. അതൊക്കെ നമ്മൾ പറയുന്നവരാണ്. പക്ഷെ സാറിന്റെ വാക്കുകളിലൂടെ കേട്ടപ്പോ എല്ലാം നമുക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ് സാറ്, പക്ഷെ അതൊരു നല്ലൊരു ഓർമ്മപ്പെടുത്തലായിട്ട് അനുഭവപ്പെട്ടു. എസ്പെഷ്യലി ആ വ്യക്തിയോട് നമുക്ക് ഉണ്ടായിരുന്ന ഒരു അപ്രിസിയേഷൻ, ഏതൊരു ഇന്ത്യൻ എന്ന നിലയ്ക്ക് നമുക്ക് എല്ലാവരും ഉണ്ടായിരുന്ന അപ്രിസിയേഷൻ ഒരുപാട് വർദ്ധിപ്പിക്കാനും, അതോടൊപ്പം തന്നെ ഇപ്പൊ ഞാനൊന്നും ആ ബുക്ക് വായിക്കാത്ത വ്യക്തിയാണ്, ആ ബുക്ക് വായിക്കാൻ നല്ലൊരു പ്രചോദനമായി. അപ്പൊ താങ്ക് യു സർ. ഇനി ഇതുപോലെ വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനോ ചോദിക്കാനോ ഒക്കെ ഉണ്ടെങ്കിൽ മുന്നോട്ട് വരാം. ഹലോ സർ, ഞാൻ ആദ്യം ഈ വിങ്സ് ഓഫ് ഫയർ എന്നുള്ളത് സാറ് കഥ പറയാൻ തുടങ്ങിയപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ വന്നത് ചെറുപ്പത്തിൽ പഠിച്ച ഒരു കഥയായിരുന്നു. സാറ് നോട്ട് ചെയ്തിരുന്നു. അതായത് കലാം സാർ ആദ്യം ഇരിക്കുമ്പോൾ ഫസ്റ്റ് ബെഞ്ചിൽ നിന്ന് രാമേശ്വരം ശാസ്ത്രി എന്ന് പറയുന്ന അധ്യാപകൻ വന്നിട്ട് പിന്നിലേക്ക് ആക്കുന്നതും, അവിടുന്ന് അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു കുട്ടി വളർന്നു വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ എന്താ പറയാ, അതൊക്കെ ചെറുപ്പത്തിൽ ഏൽക്കുന്ന മുറിവുകൾ വളരെയധികം ആ ഭാവിനെ ബാധിക്കുന്നു പറയുന്ന പല കാര്യങ്ങളുണ്ട്. അപ്പൊ അതിലൊക്കെ വെല്ലുവിളിച്ചുകൊണ്ട് അബ്ദുൽ കലാം എങ്ങനെയാണ് ഈ ഒരു വലിയ പൊസിഷനിലേക്ക് എത്തിയത്, അല്ലെങ്കിൽ എന്തൊരു കാര്യം വരുമ്പോഴും നമ്മൾ ചലഞ്ചസിനെ എങ്ങനെയൊക്കെയാണ് നേരിടുന്നത്, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളെയും സാറ് പറഞ്ഞു തന്നു. അതുപോലെ മിസൈൽ മാൻ എന്ന നിലയിലും അതുപോലെ ഒരു നല്ല മനുഷ്യൻ അല്ലെങ്കിൽ നല്ല ടീച്ചർ അല്ലെങ്കിൽ പോസിറ്റിവിറ്റി എല്ലാവർക്കിലേക്കും പരത്തുന്ന ഒരാളെന്ന നിലയിൽ
ഉണ്ടെങ്കിലൊക്കെ അബ്ദുൽ കലാം സാർ നമുക്ക് എത്രമാത്രം പ്രിയപ്പെട്ട ആളാണെന്ന് സാർ ഒരുപാട് ഹിൻസിലൂടെ ഞങ്ങൾക്ക് എല്ലാവർക്കും കാണിച്ചു തന്നു. സോ വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു സാർ. താങ്ക് യു. അല്ല, ഒരു കാര്യം കൂടി പറയാം. ഞാന് ഹലോ 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 സാർ. ആ ഒരു കാര്യം കൂടിയും പറയാം. ഇപ്പൊ ഞാനിപ്പോ പറഞ്ഞത് വെച്ചാൽ ഞാനെന്റെ ലൈഫ് എക്സ്പീരിയൻസും കൂടി നിങ്ങൾക്ക് ഷെയർ ചെയ്യണം. ഇപ്പൊ നിങ്ങളും ഭാവിയിലെ ടീച്ചേഴ്സ് ആണ്, അല്ലെങ്കിൽ പലയിടത്തും വർക്ക് ചെയ്യാൻ പോകുന്ന ആൾക്കാരാണ്. ഇപ്പൊ മാൽദ്വീപ്സിൽ എത്തുന്ന സമയത്ത് എനിക്ക് അങ്ങനെ സ്പോക്കൺ ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ഒന്നും ആയിരുന്നില്ല. നമ്മളിവിടെ മലപ്പുറം ഏരിയയിലും ഒന്ന് വേറെ എവിടെയും പോയി ക്ലാസ് എടുത്ത് പരിചയമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഇപ്പൊ മാത്സ് ഒക്കെ ആകുമ്പോൾ അധികം ഇംഗ്ലീഷ് ഒന്നും പറയേണ്ട ആവശ്യമില്ലെങ്കിൽ പോലും നമ്മൾ കമ്മ്യൂണിക്കേഷൻ അതുപോലെ ഡെലിവറി ചെയ്യാന്ന് പറഞ്ഞാല് മുന്നിലിരിക്കുന്ന കുട്ടികൾ മലയാളി കുട്ടികളല്ലല്ലോ. അപ്പൊ അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അങ്ങനെ സ്പോക്കൺ ഇംഗ്ലീഷിന് എനിക്കറിയില്ല. അപ്പൊ അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ടായി. ക്ലാസ്സിൽ അത് എക്സ്പ്ലെയിൻ ചെയ്യാനും മറ്റുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ 5 സ്കൂളിൽ ഓരോ 2 മാസം കഴിയുമ്പോഴും ഓരോ സ്കൂളിൽ നിന്ന് എന്നെ ട്രാൻസ്ഫർ ആക്കി അവസാനം 5ാമത്തെ സ്കൂളിൽ എത്തിയോടുകൂടി ഞാൻ എന്ത് ചെയ്തു, ആ സ്കൂളിൽ നിന്ന് പിന്നെ ഞാൻ ട്രാൻസ്ഫർ ആയിട്ടില്ല. അപ്പോൾ അതൊക്കെ അവിടേക്ക് എത്തുമ്പോഴൊക്കെ ഞാൻ മനസ്സിലാക്കിയ കാര്യം അതാണ് ഞാൻ പറഞ്ഞത് നേരത്തെ, ഡിഫിക്കൽട്ടീസ് ആർ നോട്ട് ഡിസ്ട്രോയ് യു. നിങ്ങളെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും തളർത്തൂല. അതായത് നമുക്കവിടെ നിർത്തണം. ഒരുപാട് സാമ്പത്തിക പ്രശ്നം കൊണ്ടാണ് നമ്മളിവിടുന്ന് വണ്ടി കയറിയത്. അപ്പൊ പിന്നെ അത് സോൾവ് ചെയ്ത് മുന്നോട്ട് പോകണം. നേരെ അവിടെ ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയില്ല എന്നും പറഞ്ഞ് നമുക്ക് നിർത്തി പോരാൻ പറ്റാത്തൊരു കണ്ടീഷനാണ്, വീട്ടിൽ പോരാൻ പറ്റാത്ത കണ്ടീഷൻ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, അവിടെ പിടിച്ചു നിൽക്കൽ നമുക്ക് ആവശ്യമാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഞാൻ അതിനായിട്ട് വേണ്ടി ശ്രമിച്ചിട്ട് അവിടെ ആ ലാസ്റ്റ് സ്കൂളിൽ ഒരു 4.5 വർഷം ആ സ്കൂളിൽ നിന്ന് പിന്നെ എവിടെയും പോവാതെ വർക്ക് ചെയ്താണ് ഞാൻ പിന്നെ അവിടുന്ന് റിസൈൻ ചെയ്തിട്ടാണ് പോകുന്നത്. പിന്നെ ഒഴിവാക്കി പോകുന്നതല്ല. അപ്പൊ അവിടെയൊക്കെ നമുക്ക് ലൈഫിൽ APJ അബ്ദുൽ കലാമിന്റെ കോഴ്സുകൾ അതുപോലെ അത് നമുക്ക് നല്ല പ്രയോജനം ഉണ്ടായിട്ടുണ്ട്. അതാണ് എനിക്ക് ഞാൻ ഈ ഒരു ബുക്ക് തന്നെ ഈ റിവ്യൂവിന് വേണ്ടി സാറ് ചോദിച്ചപ്പോൾ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാരണം. അതായത് നമുക്കങ്ങനെ അനിവാര്യമായി കാര്യം വരുമ്പോൾ നമ്മൾ അതിന് എങ്ങനെങ്കിലും അറ്റ് എനി കോസ്റ്റ് നമ്മൾ അതിനു വേണ്ടി ശ്രമം നടത്തും. അത് നമ്മളവിടുന്ന് അതിനെ എങ്ങനെ തരണം ചെയ്യാമെന്ന് നമ്മൾ മനസ്സിലാക്കുന്ന രീതിയിലുള്ള കോഴ്സും കാര്യങ്ങളാണ് പുള്ളിയെ തന്നിട്ടുള്ളത്. ഓക്കെ. ഹലോ ഷിയാബ് സാർ. MI ഗേൾസിലുള്ളവർക്ക് ഒരുവിധം എല്ലാവർക്കും അറിയായിരിക്കും. സാറ് ഏറ്റവും ഒഴിവുള്ള ഏത് സമയം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാലും ഞങ്ങൾ ട്രെയിനീസിന്റെ അടുത്തേക്ക് സാറ് വരും. സാറിന്റെ പേഴ്സണൽ ലൈഫായിട്ടും അല്ലെങ്കിൽ സാർ അനുഭവിച്ച സ്ട്രഗിള്, ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ടീച്ചിങ് ലൈഫിലെ സ്ട്രഗിൾസ് ഒക്കെ പറഞ്ഞു തന്നിട്ട് ഞങ്ങൾക്ക് ഒരുപാട് പ്രചോദനം തരാറുണ്ട്. അപ്പൊ ഇന്നിപ്പോ മിസ് ഇങ്ങനെ ഗ്രൂപ്പില് സാറാണ് ഒരു ബുക്കിനെ കുറിച്ചൊരു റിവ്യൂ പറയണത് കണ്ടപ്പോ ആ ബുക്കിന്റെ പേര് നോക്കിയപ്പോ ശരിക്കും സാർ ഒരു അരമണിക്കൂറിൽ നിർത്തില്ല എന്ന് തോന്നി. കാരണം സാർ അതിനെക്കുറിച്ച് പറയാൻ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ വാതോരാതെ പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ എവിടൊക്കെയോ അതിന്റെ മൊത്തമായിട്ടുള്ള കാര്യങ്ങൾ അങ്ങണ്ട് വളരെ രസകരമായിട്ട് നമുക്ക് എത്രത്തോളം ഒരു വ്യക്തി ജീവിതത്തിൽ നമുക്കത് ഉൾക്കൊള്ളാൻ കഴിയും എന്നുള്ള രീതിയിൽ അങ്ങോട്ട് പറഞ്ഞ് വളരെ നല്ല രീതിയിൽ തന്നെ സാർ അതിനെ അവതരിപ്പിച്ചു എന്നുള്ളതാണ്. ശരിക്കും നമുക്ക് APJ അബ്ദുൽ കലാമിന്റെ ഈ ഒരു ബുക്ക്, ഈ ഒരു ആത്മകഥ എന്ന് പറയുന്നത് മിക്കവർക്കും പരിചയമുള്ളതായിരിക്കും. പക്ഷെ ഇനി വരാനുള്ള തലമുറയ്ക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിന്റെ പരിചയം കുറഞ്ഞു വരും. അപ്പൊ നമ്മളായിട്ടാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. ഇനിയിപ്പോ ഒരു ബുക്ക് നമ്മൾ വായിക്കാതെ തന്നെ എങ്ങനെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കാമെന്ന് സാറിന്റെ ഒരു വാക്കുകളിലൂടെ നമുക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും. ഈ റിവ്യൂ ശരിക്കും മനസ്സിരുത്തി കേട്ടവർക്ക് കിട്ടിയിട്ടുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം സാർ അത് എത്രത്തോളം സാറിന്റെ വ്യക്തി ജീവിതത്തിൽ ഉൾക്കൊണ്ടുകൊണ്ടാണ് സാർ ആ ഒരു ബുക്കിനെ വായിച്ചതെന്ന് സാറിന്റെ ഒരു പ്രസന്റേഷനിലൂടെ വളരെ രസകരമായിട്ട് തന്നെ സാർ അവതരിപ്പിച്ചു. എന്തായാലും നന്നായിട്ടുണ്ട്, വളരെ അടിപൊളിയായിട്ട് സാർ ഇന്ന് പ്രസന്റ് ചെയ്തു. താങ്ക് യു സാർ. ഷിയാബ് സാർ, സാറിനെ പറ്റിയിട്ട് നമുക്കറിയാം. സാറ് വളരെ നർമ്മബോധത്തോടുകൂടി സംസാരിക്കുന്ന ഒരാളാണ്. ഇതില് ചിലപ്പോ ഇങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോം ആയതുകൊണ്ടായിരിക്കാം സാറിന്റെ വിറ്റുകളൊന്നും ഇതിൽ വരാതിരുന്നത്. പിന്നെ അതുപോലത്തെ ഒരു പുസ്തകമല്ല. സാറിന്റെ ആ തമാശ കേൾക്കാൻ ഞാനും ഷെരീഫ് സാറൊക്കെ ഒരുപാട് നേരം ഇരിക്കാറുണ്ട്. പല തമാശകളും വീഡിയോയിൽ ഒപ്പിയെടുത്ത് വീണ്ടും ചിരിക്കാൻ വേണ്ടിയിട്ട് അത് മൊബൈലിൽ സൂക്ഷിക്കാറുണ്ട്. അപ്പൊ സാറിന്റെ ഒരു സീരിയസ് ആയിട്ടുള്ള പ്രസന്റേഷൻ ഞങ്ങൾ ആദ്യമായിട്ടാണ്, ഞാനും ഷെരീഫ് സാറൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത്. സാറിനെ പറ്റി എല്ലാവർക്കും അറിയാം, വളരെ തമാശ രൂപത്തിൽ
എല്ലാ കാര്യങ്ങളും അവതരിപ്പിക്കുന്ന ഒരാളാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഈ ഒരു മോട്ടിവേഷണൽ ലെവലിലുള്ള ഒരു ഇൻസ്പിരേഷൻ മോഡിലുള്ള അദ്ദേഹത്തിന്റെ ഈ പ്രസന്റേഷൻ കണ്ടപ്പോൾ വളരെ കൗതുകവും അതുപോലെ ഞങ്ങൾ മോട്ടിവേറ്റഡും ആയിട്ടുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള പ്രസന്റേഷന് ഉണ്ട് നമ്മുടെ കോളേജിൽ. നാളെ സാറ് വരണമെന്ന് പറഞ്ഞപ്പോൾ ഒരു മടിയും കൂടാതെ, സാറിന് അങ്ങനെ സംവദിക്കാൻ ഇഷ്ടമുള്ള ഒരാളാണ്. പ്രത്യേകിച്ച് BEd കുട്ടികളുമായി സംവദിക്കാൻ വളരെയധികം താല്പര്യപ്പെടുന്ന ഒരു മെന്റർ, ശരിയായ മെന്റർ എന്ന നിലക്ക് അദ്ദേഹം വളരെ സന്തോഷപൂർവ്വം ഇത് സ്വീകരിക്കുകയും ഒരു മടിയും കൂടാതെ, ഇപ്പൊ ഒന്ന് തിരക്കാണെങ്കിൽ പോലും എന്നോട് ചോദിച്ചു, ഒരു ഇത്തിരി സമയം നമുക്ക് വേണ്ടി കുറച്ച് മാറ്റി വെക്കാൻ പറ്റുമോ, ഒരു 8 മണിക്ക് ആക്കാൻ പറ്റുമോ ചോദിച്ചപ്പോൾ ഞങ്ങൾ 7:30 മണിക്ക് റെഡിയാണ് എല്ലാ കുട്ടികളും, കുഴപ്പമില്ല, ഞാൻ യാത്രയിലാണ് എങ്കിൽ പോലും ഞാൻ കാറിൽ പ്രസന്റ് ചെയ്തോളാം എന്ന് അദ്ദേഹം പറഞ്ഞു. പിന്നെ അതുപോലെ ഈ വിങ്സ് ഓഫ് ഫയർ, APJ അബ്ദുൽ കലാമിന്റെ വിങ്സ് ഓഫ് ഫയറിൽ APJ അബ്ദുൽ കലാം എങ്ങനെയാണ് ഈ പൊസിഷനിലേക്ക് എത്തിയത്, അതിന്റെ ഒരു ചെറിയ രൂപത്തിലൂടെ ഒക്കെ തന്നെയാണ് നമ്മുടെ പ്രിയപ്പെട്ട ശിഹാബ് സാറ് കടന്നു പോയിട്ടുള്ളത്. അദ്ദേഹം ഇപ്പോ എത്തിപ്പിടിച്ച പൊസിഷൻ പോലും അദ്ദേഹത്തിന്റെ അർപ്പണബോധത്തിന്റെ ഒരു റിസൾട്ടാണ്. അദ്ദേഹം അത് ഇത്രയും കാലത്തെ പ്രയത്നത്തിന്റെ ഫലം നന്നായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് കാലത്തെ ശ്രമങ്ങൾ, ഒരുപാട് പ്രശ്നങ്ങൾ, ഒരുപാട് പരാജയങ്ങൾ, അതൊക്കെ അതിനെല്ലാം തരണം ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ പല കഥകളും കേട്ട് ശിഹാബ് സാറിന്റെ സ്ഥാനത്ത് ഞങ്ങളായിരുന്നെങ്കിൽ ഒരിക്കലും ആ വഴിയിലൂടെ യാത്ര ചെയ്യല് മുന്നോട്ട് പോലും സാധ്യമല്ല. അപ്പൊ അത്രമാത്രം പ്രയാസകരമായ ഘട്ടത്തിലൂടെ കടന്നു വന്ന് ഈ പൊസിഷൻ എൻജോയ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. എന്നാലും അദ്ദേഹത്തിന്റെ ചുറുചുറുക്ക്, ആ എനർജി ഒരിക്കലും ഒരു അണുമണിത്തൂക്കം കുറയില്ല. എന്തിനേയും നേരിടാനുള്ള, എന്തിനേയും വളരെ സന്മനസ്സോട് കൂടി അല്ലെങ്കിൽ ക്ഷമയോട് കൂടിയിട്ട് നേരിടാനുള്ള ഒരു ചങ്കൂറ്റം. അപ്പൊ അദ്ദേഹം ഈ തിരഞ്ഞെടുത്ത ഈ പുസ്തകം അദ്ദേഹത്തിന്റെ ലൈഫിനോട് ചേർന്ന് നിൽക്കുന്നതാണ്. ആ ലൈഫിന്റെ ചെറിയൊരു ഭാഗം നമുക്ക് തുറന്ന് തന്നതിന് വളരെയധികം സന്തോഷം. ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. താങ്ക് യു. മറ്റാർക്കെങ്കിലും ഇതുപോലെ എന്തെങ്കിലും പറയാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ മുന്നോട്ട് വരാം. സർ, ആദ്യം തന്നെ സാറിനോടൊരു താങ്ക്സ് പറയാണ്. കാരണം നമ്മളെല്ലാവരും ഒരുപാട് കേട്ടിട്ടുള്ള പുസ്തകവും വായിച്ചിട്ടുള്ള പുസ്തകമൊക്കെ ആണെങ്കിലും സാറിന്റെ പ്രസന്റേഷൻ നമ്മൾ വായിക്കുന്നതിനേക്കാൾ ഉപരി ഒരാൾ പറഞ്ഞു തരുമ്പോൾ അയാളുടെ ഇമോഷണൽ കൂടെ നമുക്ക് ആ പുസ്തകത്തിൽ കാണാൻ സാധിക്കും. ഇപ്പൊ സാറിന്റെ ഇവിടെ മുൻപ് പറഞ്ഞ സാറിന് ഒരുപാട് പേഴ്സണൽ അനുഭവങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അതായിരിക്കാം ചിലപ്പോൾ സാർ ആ ബുക്ക് റിവ്യൂ ചെയ്യുന്ന സമയത്ത് ആ ഒരു സംഭവം, ആ ഒരു എന്താ പറയുക ഇമോഷൻ സാറിന്റെ വാക്കുകളിൽ കാണാൻ സാധിക്കും ആസ് എ ടീച്ചർ എന്നുള്ള നിലയ്ക്കുള്ള. പിന്നെ APJ അബ്ദുൽ കലാം വിങ്സ് ഓഫ് ഫയർ എന്ന് പറഞ്ഞ പുസ്തകം ഏത് കാലഘട്ടത്തിലും അല്ലെങ്കിൽ എത്ര കാലം കഴിഞ്ഞാലും ഈ ലോകത്തുള്ള എല്ലാവർക്കും വായിക്കാനും ഇൻസ്പയർഡ് ആവാനും പറ്റുന്ന ഒരു പുസ്തകം തന്നെയാണ്. പക്ഷെ ഗാന്ധിജിയുടെ പുസ്തകങ്ങൾ പോലെ തന്നെ അത്രയും ഇൻസ്പിറേഷൻ നൽകുന്ന ഒരു പുസ്തകം തന്നെയാണ് വിങ്സ് ഓഫ് ഫയറും. അതുപോലെ തന്നെ ഇന്ത്യയിൽ APJ അബ്ദുൽ കലാം എന്ന് പറഞ്ഞ വ്യക്തി നൽകിയിട്ടുള്ള പങ്ക് ഇന്ത്യൻ ജനതയെ ഇത്രയും ശാസ്ത്രബോധം ഉള്ളവരാക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇന്ത്യയുടെ ശാസ്ത്രീയമായിട്ടുള്ള കഴിവുകൾ പുറം ലോകത്തിന് അറിയിച്ചിട്ടുള്ള ഒരു വ്യക്തിയൊക്കെയാണ് APJ അബ്ദുൽ കലാം. ആ രീതിക്കൊക്കെ വളരെ ഇൻസ്പയർഡ് ആവുന്ന ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം. സാർ അത് റിവ്യൂ ചെയ്തത് വളരെ മനോഹരമായിട്ടായിരുന്നു. താങ്ക് യു സർ. ഷിയാബ് സാർ, താങ്ക് യു വെരി മച്ച്. ഇതുപോലെ ലിറ്റററി ലെൻസിന്റെ ഒരു എപ്പിസോഡിലും വാത്തോരാതെ അല്ലെങ്കിൽ നിർത്താൻ തയ്യാറാവാതെ ആൾക്കാർ ഫീഡ്ബാക്ക് പറയുന്നത് ഞാൻ ശ്രദ്ധിച്ചില്ല. ബാവരയാണെങ്കിലും അമീൻ സാറാണെങ്കിലും ജംഷീനാണെങ്കിലും അതിനു മുമ്പ് സംസാരിച്ചവരൊക്കെ അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യുന്ന കേട്ടപ്പോൾ സന്തോഷം. ലിറ്റററി ലെൻസ് ഇതുപോലെ കണ്ടിന്യൂ ചെയ്ത് കാലങ്ങളോളം പോട്ടെ എന്ന് ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിച്ച് വിഷ് ചെയ്യാണ്. ഓരോരുത്തരുടെ അനുഭവങ്ങൾ കേട്ടപ്പോൾ, പ്രത്യേകിച്ച് ഇന്നത്തെ പ്രസന്ററുടെ അനുഭവങ്ങളും APJ അബ്ദുൽ കലാമിന്റെ ജീവിതവും അല്ലെങ്കിൽ വാക്കുകളുമായിട്ടൊക്കെ ചേർത്ത് വെച്ച് പറഞ്ഞപ്പോൾ കൂടുതൽ ഉയരങ്ങളിലേക്ക് പറക്കാനുള്ള എന്താ പറയുക ചിറകുകൾ എല്ലാവർക്കും ഉണ്ട് എന്നുള്ള വിശ്വാസം ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടാവും, അല്ലെങ്കിൽ അത് ഉറപ്പാണ്, ഉണ്ട് എന്നുള്ളൊരു തോന്നൽ എല്ലാവർക്കും
കരുത്ത് നൽകിയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ നമുക്ക് സൂര്യനാവണമെങ്കിൽ ആദ്യം സൂര്യനെ പോലെ തെളിഞ്ഞു നിൽക്കണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? സൂര്യനെ പോലെ കത്തി ഉരുക തന്നെ വേണം. അതായത് പ്രയത്നങ്ങളില്ലാതെ ഈസി ആയിട്ട് എന്തെങ്കിലും അച്ചീവ് ചെയ്യാൻ പറ്റും എന്നുള്ള വിശ്വാസത്തിലൊന്നും ഒരാൾക്കും ഒന്നും നേടിയെടുക്കാനാവില്ല, എത്തിപ്പിടിക്കാനാവില്ല എന്നുള്ള സത്യം നമ്മളെല്ലാവരും തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് ഒരു ദിവസം ഉള്ളെങ്കിൽ ആ ഒരു ദിവസം നന്നായിട്ട് വർക്ക് ചെയ്യുകയും നമ്മുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തണം. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ലക്ഷ്യങ്ങളിലേക്ക് ഒക്കെ എത്തിപ്പെടുക തന്നെ ചെയ്യും എന്നുള്ള ആത്മവിശ്വാസം നൽകുന്ന പുസ്തകമാണ് APJ അബ്ദുൽ കലാമിൻ്റെ വിങ്സ് ഓഫ് ഫയർ എന്ന പുസ്തകം. അത് വളരെ നന്നായിട്ട് ഗംഭീരമായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ ഞങ്ങളുടെ കൂടെ ചേർന്ന ഷിഹാബ് സാറിനെ പ്രത്യേകം സന്തോഷം അറിയിക്കുകയാണ്. ഇനിയും ലിറ്റററി ലെൻസിൻ്റെ വേദിയിലൊക്കെ ഇടക്ക് പങ്കെടുക്കണം എന്നുള്ള ഒരു റിക്വസ്റ്റ് കൂടെ വെക്കുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സർ. അപ്പൊ നമുക്ക് ഇന്നത്തെ ഈ സെഷൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. അപ്പോൾ നമ്മൾക്ക് എത്രയും മനോഹരമായിട്ട് ഈ പ്രസന്റേഷൻ ചെയ്ത ഷിഹാബ് സാറിനും പിന്നെ പങ്കെടുത്ത എല്ലാവർക്കും പ്രത്യേകം നന്ദി. താങ്ക് യു.